ശരിക്കും ഇതൊക്കെ പറയാൻ നിങ്ങളുടെ മറ്റേ കേസിന്റെ ഇത് പ്രശ്നങ്ങൾ പിന്നെ തുടങ്ങിയോ? പിറവത്തൊക്കെ പ്രശ്നം CPR നിങ്ങളുടെ മുളത്തുരുത്തിലൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് അല്ല, അതേ നമുക്കൊരു കോടതി വിധി കിട്ടി ഹൈക്കോടതിയിൽ നിന്ന്, അറിഞ്ഞായിരുന്നോ? അത് ഞാൻ അറിഞ്ഞത്. ശരിക്കും ആ കോടതി വിധി സത്യപതി ഈ പറയുന്ന ഇത് പിടിച്ചു കൊടുക്കണം എന്നുള്ളതിന്റെ ഇതിലല്ലായിരുന്നോ വാദം? അതോ അല്ല, അതിനെതിരെയല്ല ഈ വിധി വന്നത്? അതെ, അതായത് ഈ 2017 സുപ്രീം കോടതി വിധി അനുസരിച്ച് പള്ളികൾ പിടിച്ചു കൊടുക്കാൻ കേരള ഗവൺമെന്റ് വിമുഖത കാണിക്കുന്നു. അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പെറ്റീഷൻ കൊണ്ട് കൊടുത്തു. കോടതി അലക്ഷ്യമാണ് സർക്കാർ. അതായത് സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിക്കെതിരായിട്ടാണ് ഇവർ സുപ്രീം കോടതി കൊണ്ട് കേസ് കൊടുത്തത്. അപ്പം കേരള ഗവൺമെന്റ് എന്ത് ചെയ്തു? കേരള ഗവൺമെന്റ് കേസിൽ കക്ഷി ചേർന്ന് സർക്കാർ വക്കീലിനെ വെച്ചു. അങ്ങനെ കപിൽ സിബിൽ കേരള ഗവൺമെന്റിന് വേണ്ടി ഹാജരായി. അങ്ങനെ ഇത് പിടിച്ചു കൊടുക്കേണ്ട ബാധ്യത സർക്കാരിനില്ല എന്ന് പറഞ്ഞു. അപ്പം സുപ്രീം കോടതി എന്ത് ചെയ്തു? ഇതെല്ലാം കൂടി തുരുട്ടുകൂട്ടി ഹൈക്കോടതിയിലോട്ട് വിട്ടു. ഹൈക്കോടതി ഇതൊന്ന് ശരിക്കൊന്ന് പരിശോധിക്ക്. സുപ്രീം കോടതിക്ക് ഇപ്പൊ ഇവിടെ സമയമില്ല. അത് തന്നെ കേസ് നടക്കുന്ന കേരളത്തിലാണ്ട് ഹൈക്കോടതിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റില്ല പ്രാദേശിക ഇൻഫർമേഷൻ. അങ്ങനെ ഹൈക്കോടതി ഈ കേസ് കേട്ടിട്ട് ഈ സുപ്രീം കോടതിയുടെ 2017 വിധി 4 പള്ളികൾക്ക് ബാധകമുള്ളൂ, അത് ബാക്കി പള്ളികൾ നടപ്പാക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ പള്ളി പിടിച്ചു കൊടുക്കാൻ പോലീസിനെ വിടാൻ ഗവൺമെന്റിന് ഒരു ബാധ്യതയില്ല. മെത്രാങ്കശിയിലായാലും ബിഷപ്പിന്റെ ജീവനോ അല്ല അപകടത്തിലാണ് പോലീസിനെ വിടണം, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു സാധനം. അതാണ് ഇപ്പൊ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് ഈ 62 പള്ളി പോയത് വെറുതെയാണ്, അതിനൊന്നും ഈ വിധി ബാധകമല്ല. അപ്പൊ യാഗോക്കാരന് മുമ്പി വിധിയില്ലാത്ത പള്ളി പോയിരിക്കുന്നു, മനസ്സിലായി? പോയത് പോയില്ലേ. ഇപ്പൊ അതിന്റെ ഭാഗമൊക്കെ കൂടെ യക്തോദ്യം വെച്ച് നടക്കുക, ഒരുമാതിരി മുമ്പിൽ തെറ്റി. കയറി പിടിക്കണ്ടേ? അത് തിരിച്ചു കഴിഞ്ഞ് പിടിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഇല്ലാത്ത വിധിയുടെ പേരിലാണ് ഈ പള്ളി മുഴുവൻ പോയത്, മനസ്സിലായോ? ഇതാണ് സംഭവം. അതിനാണ് ഇവര് മുദ്രാവാക്യം വിളിക്കുന്നത്. വിഷമം വരുമ്പോൾ 2 മുദ്രാവാക്യം ഒച്ച വിളിക്കുക, എന്നിട്ട് കയറി കിടക്കുന്നുണ്ട് സിനിമയിൽ പറയുന്ന പോലെ. ഈ റജിയൊക്കെ ചുമ്മാ മുദ്രാവാക്യം വിളിച്ചാണ്. കളി കഴിഞ്ഞിട്ട് വേറെ വല്ല പള്ളിയിലും കയറിയോ? ഇപ്പൊ ഉള്ള പള്ളികളല്ല, പുതിയ അവർക്ക് പിടിച്ചു കൊടുത്ത പള്ളികളിലും കയറാൻ പറ്റില്ലല്ലോ. ഈ 62 പള്ളി യാത്രക്കാരുടെ പോയില്ലേ വിമലെ? അതിനകത്ത് ഈ 4 പള്ളി ഒഴിച്ച് 58 പള്ളി ഇവർക്ക് തിരിച്ചു പിടിക്കാം. കാരണം ഈ 4 പള്ളിക്ക് വിധിയില്ല. അപ്പൊ അതിനൊരു വേണമെങ്കിൽ 4 പള്ളിക്ക് വിധിയുള്ളൂ, ബാക്കി 58 പള്ളിക്ക് അതിനകത്ത് എങ്ങനെ കൈവശാവകാശമല്ല വിമലെ അങ്ങനെ കേസ് കൊടുക്കുന്നത്? യാക്കോബക്കാർക്ക് കേസ് കൊടുക്കാൻ വകുപ്പില്ല. എന്ത് വെച്ച് കേസ് കൊടുക്കും? യാക്കോബക്കാർക്ക് ലീഗൽ സ്റ്റാൻഡ് ഇല്ലല്ലോ. ഭരണഘടനാ പ്രകാരം മറ്റവരുടേതാണ് പള്ളിയും കാര്യവും. പക്ഷെ ഇവര് കൈവശാവകാശം വെച്ചിരിക്കുമ്പോ കൈവശാവകാശം ഉള്ളു യാക്കോബക്കാർക്ക്. അത് പോയില്ല. അപ്പൊ ചാടിപ്പിടിക്കുക. ഈ ആഴ്ച ഇപ്പൊ ഇലക്ഷൻ വെക്കാണ്ട് വലിയ പോലീസ് ഇടപെടലൊന്നും ഉണ്ടാവില്ല. ഈ ആഴ്ചയിൽ രാത്രിയുടെ മറവിൽ പള്ളി പിടിച്ചെടുത്ത കൈവശാവകാശം വെക്കാം. പിന്നെ മറ്റവരുണ്ട് OS കൊടുക്കണം, ഒറിജിനൽസ് കിട്ടും. ഒറിജിനൽ OS താഴ്ന്ന് വാദിച്ചു വരുമ്പം അവർ ജയിക്കത്തൊന്നുമില്ല. പള്ളി ഇവർക്ക് ഹോൾഡ് ചെയ്യാം. പിടിച്ചെടുക്കുക എന്നുള്ളതല്ലാതെ ലീഗലി ഇവർക്ക് കിട്ടത്തില്ല. മനസ്സിലായോ വിമലിന്? ലീഗൽ ഫുട് ഹോൾഡ് ഇല്ലല്ലോ. ആ വിധിക്കാത്ത ഒരു കോട്ടാണ് ഷീജാൻ പറഞ്ഞത്. അത് വെച്ചിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ? ഏത് വെച്ച അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നാറി പറയുന്നത് പോലെ ആണെങ്കിൽ അങ്ങനത്തെ ഏതൊക്കെ പള്ളികളാണെന്നും കൂടി ഞാനിത് മുഴുവൻ കേട്ടില്ല. തുടക്കത്തില് കുറച്ചു നേരം ഇത് ക്ലബ് ഹൗസ് ഡിസ്കഷൻ ആണെന്ന് തോന്നുന്നു, കാരണം അതിന്റെ അകത്തെ ആ സൗണ്ട് കേട്ടിട്ട്. അപ്പോ അങ്ങനത്തെ എത്ര പള്ളി അതായത് ഉണ്ടെന്ന് ഒന്ന് പറയാമോ? അതായത് ഈ വിധി കൊണ്ട് ഈ വിധിയുടെ പകർപ്പ് കാണിച്ച് ഇറങ്ങട എന്ന് പറഞ്ഞ് ഇറങ്ങിയ എത്ര പള്ളികളുണ്ടാവും? അതും കൂടി ഒന്ന് പറയണ്ടേ. ഇന്ന പള്ളികളിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയണ്ടേ? അങ്ങനെ പറയണ്ടേ? അങ്ങനെ പറയണമല്ലോ. അതെന്താ പറയാത്തെ? ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്, കോടതിയിൽ നിന്നൊരു വിധി വന്നാൽ, ഒരു പ്രത്യേക ഒരാൾ കൊടുത്ത കേസിൽ വിധി വന്നാൽ സമാന സ്വഭാവമുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ സാഹചര്യങ്ങൾക്കോ ആ ഉണ്ടായ വിധി ഉപയോഗിച്ച് അവരവരുടെ കാര്യം നടത്തിയെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സംവിധാനം. അല്ലാതെ ഓക്കെ ഒരാൾക്ക് അതിർത്തി തർക്കത്തില് അനുകൂലമായിട്ട് വിധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള എല്ലാ അതേ സമാന സ്വഭാവമുള്ള അതേ ക്വാളിറ്റിയുള്ള അതേ മെറിറ്റ് അർഹിക്കുന്ന കേസുകൾക്കെല്ലാം അതാ ഈ കോടതി വിധി കൊണ്ട് നിങ്ങൾ ശരിയാക്കി തരണം എന്ന് പോയി പറഞ്ഞാൽ
നമ്മുടെ നാട്ടിൽ നടക്കാറില്ല. പിന്നെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് എവിടെയൊക്കെ പള്ളികൾ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ആ പള്ളികളിലെല്ലാം അതിന് ഈ OS എന്നും പറഞ്ഞ സാധനം ഫയൽ ചെയ്ത് ആ കേസ് നടത്തി ഈ വിധി അതിന്റെ ഒരു പ്രൊസീഡൻസ് ആയിട്ട് പറഞ്ഞ് അതെ സമാന സ്വഭാവമുള്ള അടുത്ത് ഇത് കോടതി വിധിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ വിധി ലഭിച്ചതിന് ശേഷമാണ് ആ പള്ളികളെല്ലാം നമ്മൾ നമ്മുടേതായിട്ട് സ്ഥിരപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കോടതി വിധി കൊണ്ട് പോലീസിനെയും വിളിച്ചാലേ പട്ടാളത്തിനെയും വിളിച്ചുകൊണ്ട് പോയി പിടിച്ചെടുത്തു എന്ന് പറയുന്ന, അതായത് ഈ മതിലേൽ പിതാവ് പറയുന്ന എത്ര പള്ളികളുണ്ടെന്നും കൂടി ഇയാളത് പറയണ്ടേ? എടാ ചുമ്മാ ക്ലബ് ഹൗസിൽ ഇരുന്നുകൊണ്ട് ചുമ്മാ വൃത്തികേടും വിവരക്കേടും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ഏറ്റെടുത്ത ഒരു പള്ളി പറയുക. അപ്പൊ അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെന്നിട്ട് പറയാം, സോറി ഇങ്ങനെ ചെയ്യരുത്, കേസ് കൊടുത്ത് ഇതിന്റെ ഉടമസ്ഥാവകാശം സ്ഥിരപ്പെടുത്തണമെന്ന് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എത്ര പള്ളികളുണ്ട്, ഏതൊക്കെ പള്ളികളുണ്ടെന്നും കൂടി ഈ നാറി പറയണ്ടേ? ഏതാണ്ട് ഈ നാറി പറയാത്തത് ക്ലബ് ഹൗസിലിരുന്ന് ചുമ്മാ അങ്ങ് തള്ളിക്കൊണ്ടിരിക്കുക. ജോർജ് നമസ്കാരം. ജോർജ്, ഈ ഒറിജിനൽ സൂട്ട് എന്നാണ് ഈ OSന്റെ പേര്. ഈ ഒറിജിനൽ സൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പള്ളികൾക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഒറിജിനൽ ആയിട്ട് ഒരു സൂട്ട് വേണം. ആ സൂട്ട് ഇല്ലാതെ ഒരു പള്ളി മാത്രം, അതായത് ഇപ്പൊ ഈ 6 പള്ളികളുടെ കേസിൽ 5 പള്ളിക്ക് ഒറിജിനൽ സൂട്ട് ഉണ്ടായിരുന്നു, ഒരു പള്ളിക്ക് ഒറിജിനൽ സൂട്ട് ഇല്ലാതെ അവരതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തു. ഇത് ആഡ് ചെയ്തത് നമ്മുടെ അഡ്വക്കേറ്റുമാര് ഇത് പറഞ്ഞിട്ടാണ്, അതായത് അതിന്റെ ഒരു ലീഗൽ അഡ്വൈസിന്റെ പ്രകാരമാണ് അത് അവർ ഒരു പള്ളി മാത്രം മാറ്റി നിർത്തിയതെന്നാണ് പറയുന്നത്. കാര്യം ഇത് കോടതി എങ്ങനെ വിധി പറയും എന്നറിയാൻ വേണ്ടിയാണ്. അങ്ങനെ വന്നപ്പോൾ കോടതി പറഞ്ഞു ഇതിന് ഒറിജിനൽ സൂട്ട് ഇല്ല, അതുകൊണ്ട് ഇത് തള്ളിയിരിക്കുന്നു. ആ പള്ളിയുടെ കേസ് നിങ്ങൾ ഒറിജിനൽ സൂട്ടുമായിട്ട് വരൂ, അപ്പോൾ നോക്കാം. ഈ ഒറിജിനൽ സൂട്ടുമായിട്ട് വന്നാലുള്ള ഒരു ഗുണം എന്നാണെന്നറിയോ? ഈ ഒറിജിനൽ സൂട്ട് നമുക്ക് വളരെ ഈസിയാണ്. 2002 മളിബഡിന്റെ ഇത് ലിസ്റ്റില് പേരുള്ള എല്ലാ പള്ളികളും ഈ ഒറിജിനൽ സൂട്ട് ഫയൽ ചെയ്താൽ ഈ സെയിം വിധി തന്നെ കിട്ടും. പറഞ്ഞു മനസ്സിലായി? ഇത് ഇവന്മാർക്കറിയാം. ഇവർക്കറിയാം, ഈ പൊട്ടന്മാർക്കറിയത്തില്ലെങ്കിൽ ഇവന്മാരുടെ നേതാക്കന്മാർക്കറിയാം. കാര്യം അങ്ങനെയാണ് 2017 വിധി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇത് ദൈവത്തിന്റെ സഭയാണ് സാറേ. ഇവിടെ ഉണ്ടല്ലോ ഇവന്റെ ഒന്നും വെള്ളത്തിലൊന്നും നടക്കത്തില്ല. ഈ പറയുന്ന മണർകാട് പള്ളി ഉൾപ്പെടെ സാറ് നോക്കിക്കോ, സമീപ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സാറ് നോക്കിക്കോ. 100% വിധി നടപ്പാവും. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് അത് അഗ്രസീവായിട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, സാറേ ഈ നമ്മളിപ്പോ മോചിപ്പിച്ച, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോ ഈ കാശ്മീർ വിഷയം പോലെ തന്നെ എടുക്കുക. ഇപ്പൊ കാശ്മീരില് വർഷങ്ങളായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഒക്കുപ്പൈഡ് കാശ്മീർ അപ്പുറം കിടക്കുകയാണ്. ഈ ഒക്കുപ്പൈഡ് കാശ്മീർ നമ്മുടെയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒക്കുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുക്കാത്തത്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കയ്യിലിരിക്കുന്ന കാശ്മീരിലെ പ്രശ്നം മൊത്തം ഒന്ന് തീർത്തിട്ട് വേണ്ടേ ബാക്കി അങ്ങപ്പുറത്തെ കാര്യം അന്വേഷിക്കാൻ. കയ്യിലിരിക്കുന്ന കാശ്മീരിൽ തീവ്രവാദവും മറ്റു പ്രശ്നങ്ങളും എല്ലാം കാരണം ഈ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തൊന്നും ഇത് നടക്കുന്നില്ലായിരുന്നു. BJP എന്ത് ചെയ്തു? BJP പറഞ്ഞു ഇത് ഇന്ത്യയുടെ സംസ്ഥാനമാണ്, ഇവിടെ ലാൽ ചൗക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തും. അവിടെ അവന്മാർ ദേശീയ പതാക ഉയർത്താൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? പക്ഷെ അദ്വാനിയും നരേന്ദ്രമോദിയും AB വാജ്പേയിയുടെയും കാലത്ത് അവരത് ചെയ്തു. ഇന്ന് കാശ്മീരിൽ ഇവൻ ചിമിങ്ങിയ അവന്റെ കിടുതാപ്പാമാർ പോരും. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ കാശ്മീർ ശുദ്ധജലസം ചെയ്താൽ പിന്നെ അടുത്ത നടപടി എന്നാണ്? ഒക്കുപ്പൈഡ് കാശ്മീരിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തി എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ പോളിസി. നമ്മളിപ്പം നിലവിൽ മലങ്കര സഭയിലെ പ്രമുഖ പള്ളികളായ പ്രമാദമായ കേസ് നടന്നുകൊണ്ടിരുന്ന ഒരുമാതിരിപ്പെട്ട പള്ളികൾ മുഴുവൻ ഈ വിധി നടപ്പായ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 50, 60, 70 വയസ്സുള്ള ഒരു എന്താ പറയുന്ന സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത്രയും വർഷം ഇതിന് പുറകെ നടന്നത്. അവരുടെ ജീവിതകാലത്ത് അവർ നടത്തിയെടുത്തിരിക്കുന്ന കേസുകൾ എല്ലാം നിങ്ങൾ നോക്കിക്കോ. അത് ഏതൊക്കെ പള്ളികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിയാട്ട് നിരപ്പ്, പിറവം, കോലഞ്ചേരി, വരിക്കോലി, മണ്ണത്തൂര്, കടമറ്റം, പെരുമ്പാവൂർ, ബദേൽ, സുലോക്കോ, ഇങ്ങനെയുള്ള പള്ളികളെല്ലാം പ്രമുഖമായ കേസ് അടി നടന്നുകൊണ്ടിരുന്ന പള്ളികളാണ്. അത് മുഴുവൻ നമ്മൾ മോചിപ്പിച്ചു. അവിടുത്തെ എന്താ പറയുന്ന ഈ കൺസ്ട്രക്ഷൻസ് എല്ലാം ചെയ്തു. അതിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് പിറവത്തിനടുത്ത് വേറൊരു പള്ളിയുണ്ട്. ആ പള്ളി
ഈഹീദായോ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ഈഹീദായോ, ആ പള്ളിയൊക്കെ നശിച്ച് നാരായണക്കല്ല് പിടിച്ച് കിടന്ന പള്ളിയൊക്കെ ഇപ്പൊ നിങ്ങളൊന്ന് കാണണം. സൂപ്പറാന്ന് അറിയൂ. അതായത് നമ്മളിപ്പം മോചിപ്പിച്ച പള്ളികളെല്ലാം 1 by 1 ആയിട്ട് ഓരോരോ കാര്യങ്ങൾ, അതായത് അതൊന്ന് ക്ലിയർ ചെയ്ത് വരിക. ഇനി ഇതിൽ രസകരമായ സംഭവം എന്നറിയും, ഈ മളിമഠ് വന്നതിന് ശേഷം ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്നാ ചോദിച്ചത്, മളിമഠിന്റെ ആ അസോസിയേഷനിൽ ഈ 1974 ശേഷം ഈ ശ്രേഷ്ഠൻ, അതായത് ഇപ്പൊ കാലം ചെയ്ത ശ്രേഷ്ഠൻ സ്വന്തമായിട്ട്, അതായത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വെച്ച പള്ളികൾ പോലും ഈ ഇദ്ദേഹം കൊണ്ടുപോയി ഈ ലിസ്റ്റിനകത്ത് കൊടുത്തു. ആ ലിസ്റ്റിനകത്ത് കൊടുത്ത പള്ളികൾ പോലും ഈ OS ഉണ്ടെങ്കിൽ മോചിപ്പിക്കും. കാര്യം ഈ മളിമഠിന്റെ ആ ലിസ്റ്റ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നതാണ്. ജസ്റ്റിസ് മളിമഠിനെ സുപ്രീം കോടതിയാണ് വിട്ടത്. അവന്മാർ അവിടുന്ന് ഇറങ്ങിപ്പോയതാണ് അവന്മാർക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം. പറഞ്ഞു മനസ്സിലായോ? അത് മണ്ടത്തരം എന്ന് പറയാൻ പറ്റത്തില്ല, അതാണ് ദൈവം തമ്പുരാന്റെ നടത്തിപ്പെന്ന് പറയും. പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാബ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ ബാബ തിരുമേനി സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ തയ്യാറാണെന്ന് സുപ്രീം കോടതിക്ക് അത് ചോദിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹത്തോട് അങ്ങോട്ട് ചോദിക്കുമായിരുന്നു, സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ താങ്കൾ തയ്യാറാണോ? തയ്യാറല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ ഒരു ഇതുമില്ല. തയ്യാറല്ലെന്ന് പറഞ്ഞാൽ തയ്യാറല്ല, അത്രേ ഉള്ളൂ. സുപ്രീം കോടതിക്ക് അത് തയ്യാറാണോ എന്ന് പറയാൻ പറ്റില്ല. എന്നിട്ടും ഇദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു തയ്യാറാണ്. അങ്ങനെയാണ് സുപ്രീം കോടതി ജസ്റ്റിസ് മളിമഠിനെ കമ്മീഷനായിട്ട് വെക്കുന്നത്. ആ കമ്മീഷനിലേക്ക് പൈസയും കെട്ടിവെച്ചു. ഈ ഞാനന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ നമ്മുടെ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ഒരു ട്രിബ്യൂണലുണ്ട്. ആ ട്രിബ്യൂണൽ പോലും 2 കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു. 3 പേര് ഓർത്തഡോക്സുകാരും 3 പേര് ഈ ട്രിബ്യൂണലാണ് ഇതിനെല്ലാം തർക്കപരിഹാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഓരോ പള്ളികളുടെ കേസിൽ. അങ്ങനെ ട്രിബ്യൂണൽ തർക്കപരിഹാരം ഉണ്ടാക്കി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുഴുവൻ പള്ളികളും ഈ മലങ്കര സഭയുടെ ഭാഗമാവും. ഇനി അതിനകത്ത് ഭാഗമാകാതെ കിടക്കുന്ന ഒരു വിഭാഗ പള്ളികൾ എന്ന് പറയുന്നത് ഈ പൗരസ്ത്യ സുവിശേഷ സമാജം എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. അവർക്ക് ഈ സൗത്ത് കനറയിലൊക്കെ 10-35 പള്ളികളുണ്ട്. അതിന്റെ പൗരസ്ത്യ സുവിശേഷ സമാജത്തിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് പെരുമ്പാവൂരാണ്. അവര് ഈ ആദിവാസി അങ്ങനത്തെ ഈ വളരെ പിന്നോക്ക പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന. ആ പള്ളികളൊന്നും ഈ ലിസ്റ്റിലില്ല. സിംഹാസന പള്ളികൾ എനിക്ക് തോന്നുന്നു 7-8 എണ്ണം ഉണ്ട്, അതില്ല. അത്രേ ഉള്ളൂ സംഭവം. ബാക്കിയുള്ള മലങ്കര സഭയിലെ മുഴുവൻ പള്ളികൾ ഈ ലിസ്റ്റിലുണ്ട്. ആ ലിസ്റ്റിലുള്ള മുഴുവൻ പള്ളികളിലും ഈ OS ഉണ്ടെങ്കിൽ വിധി നടപ്പാവും. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മറുപടി. പറഞ്ഞു മനസ്സിലായോ? അത് ജോർജാൻ എന്തിനാ ജോർജാൻ പേടിക്കുന്നത്? ഈ നായ്ക്കുട്ടി, പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു കേട്ടിട്ടില്ലേ, നായ്ക്കുട്ടികളുടെ കുര കേട്ട് പേടിക്കരുത്, ഇടുത്തി വീണാൽ പോലും പേടിക്കരുത്, ഭാരതീയ യുവത്വമേ ഉണരൂ എന്ന് പറഞ്ഞിട്ടൊരു സ്ലോഗനുണ്ട്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് എന്താ പറയുന്നത്, സ്ഥിരകളിൽ ആവേശം ജലിപ്പിക്കുന്ന ഈ സ്ലോഗൻ ആയിരുന്നു ഈ സ്വാമി വിവേകാനന്ദന്റെ. ആ ചെറിയൊരു ബുക്ക് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അതിന്റെ പേര് സ്വാമി വിവേകാനന്ദ സൂക്തങ്ങൾ എന്നാണ്. വിവേകാനന്ദ സൂക്തങ്ങൾ മനപ്പാടമാക്കി ഒരുത്തനെയും കണ്ട് പേടിക്കത്തില്ല ജോർജായ. ഈ ചാവാരി പട്ടികൾ കുരയ്ക്കുന്നത് കേട്ട് ജോർജാൻ എന്തിനാ പേടിക്കുന്നത്? അവൻ നടന്ന് കുരയ്ക്കല്ലേ? അവന്റെ ക്രെഡിബിലിറ്റി എന്താണ്? 25 വർഷം ഞാൻ പെന്തക്കോസ്തിൽ പാസ്റ്റർക്ക് കഴുകി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അവനാണ് ഇവിടെ വന്നിട്ട് മലങ്കര നസ്രാണിയെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. കഷ്ടം എന്നല്ലാതെ. ഇവനെ ചുമന്നുകൊണ്ട് നടക്കുന്നവനൊക്കെ ലോക ഊളയാന്നുള്ളതല്ല അതിന് അർത്ഥം. നിന്റെ ഒന്നും കൂടെ അന്തസ്സുള്ള ഒരുത്തരുമില്ലേ? അതിൽ എനിക്ക് അറിയാൻ പറ്റാഞ്ഞിട്ട് ചോദിക്കുന്നു. ഈ അലവരാതി മാത്രമേ ഉള്ളൂ. അവൻ എന്താ പറയുന്നേ? അവൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്രെഡിബിലിറ്റി ഉണ്ട്. ഇപ്പൊ തന്നെ ഇവൻ പറയുന്നുണ്ട് തിരുമേനിമാരുടെ എണ്ണോ ഏണ്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചത്, നിന്റെ സഭയാണ് ഒറിജിനൽ, ഞങ്ങൾ സമ്മതിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ആദ്യമായിട്ട് 7 ഭദ്രാസനങ്ങളായിട്ട് ഇതിനെ തിരിച്ചു. അന്ന് 7 ഭദ്രാസന ആസ്ഥാനങ്ങളും 7 ഭദ്രാസന മെത്രാപ്പൊലീത്തമാരും ഉണ്ടായി. ഈ 7 ഭദ്രാസന ആസ്ഥാനങ്ങൾ ഇന്ന് ആരുടെ കയ്യിലാണ്? സഭയുടെ പൊതുസ്ഥാപനങ്ങൾ മുഴുവൻ ആരുടെ കയ്യിലാണ്? മലങ്കര ഓർത്തഡോക്സ് സഭയിലെ 80% ആൾക്കാരും ഇന്ന് ഏത് വിഭാഗത്തിലാണ് നിൽക്കുന്നത്? മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മുഴുവൻ പൊതുസ്ഥാപനങ്ങളും പള്ളികളും എല്ലാം ആരുടെ അണ്ടറിലാണ്? മലങ്കര മെത്രാപ്പൊലീത്തയുടെ അണ്ടറിലാണ്. നീയാണ് ഒറിജിനൽ ഇല്ലെങ്കിൽ ഇതിൽ ഒരെണ്ണമെങ്കിലും ഇതിന്റെ കാണണ്ടേ? ഒരു 30 ഭദ്രാസനം ഉണ്ട്. ഇപ്പം 30 ഭദ്രാസന അരമനകളിൽ ഒരെണ്ണം, ഒരു പേരിനൊരെണ്ണം കാണണ്ടേ? എന്താ ഇല്ലാത്ത? ഒന്നും വേണ്ട. 900 വർഷം പഴയ വെട്ടിക്കൽ ദേറ, അത് വേണ്ട 1000 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. 1000 വർഷത്തിന് മുമ്പ് അത് സഭയുടെ ഒരു പൊതുസ്ഥാപനമായിരുന്നു.
ഈ വെട്ടിക്കൽ ദേറ വടക്കാരും കുളംതുരുത്തിക്കടുത്ത ഈ വെട്ടിക്കൽ ദേറ ആറരയിലായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ. അപ്പൊ സഭയുടെ പൊതുസ്ഥാപനങ്ങൾ ഒന്നും ഇവന്റെ കയ്യിലില്ല. ഉള്ളത് എന്നാണ് കുറെ മൊണ്ണ കുഞ്ഞാടുകള് മാനേജിംഗ് കമ്മിറ്റിയിൽ കയറിയിരിക്കുന്ന കുറെ പള്ളികൾ, മലങ്കര സഭയുടെ പള്ളികൾ അടിച്ചു മാറ്റി അതിൽ നിന്നുള്ള വിഭവങ്ങളിൽ കൈയിട്ട് നക്കുക എന്നുള്ളതല്ലേ നിന്റെയൊക്കെ അടിസ്ഥാനപരമായ ജോലി. അല്ലാതെ സഭയുടെ 1000 വർഷം പഴക്കമുള്ള ഈ അങ്ങനെയാണ് വെട്ടിക്കൽ ദേറ നിന്റെയിലല്ലേ വരട്ടെ. അതിനെ വെട്ടിക്കൽ ദേറ ഇന്ത്യ വരാത്തെ. പഴയ സെമിനാരിക്ക് അവിടെ നിൽക്കട്ടെ. പഴയ സെമിനാരിക്കൊക്കെ 225 വർഷം പഴക്കമുള്ളൂ. വെട്ടിക്കൽ ദേറയ്ക്ക് 1000 വർഷം 900 ചില്ലാനം വർഷം പഴക്കമുണ്ട്. അപ്പൊ നിന്റെയിലല്ലേ വരണ്ടേ. അതിനെ നിന്റെ ഇല്ല. എടാ ഇതിന് മാത്രം നിങ്ങൾ മറുപടി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എല്ലാ പ്രശ്നവും സോൾവ് ആവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒറിജിനൽ സഭ ഏതാണ്. ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ വലിയ കുലങ്കഷമായിട്ട് ഈ കോടതി വ്യവഹാരം ഇതൊന്നും പഠിക്കാൻ പോകണ്ട. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ.